സുവിശേഷത്തിൽ നിധി കുഴിച്ചിട്ടൊരു പറമ്പിനെ കുറിച്ചൊരു പരാമർശനമുണ്ട്. നിങ്ങൾക്കറിയാം, നിധി കുഴിച്ചിട്ട പറമ്പ്. ആ പറമ്പ് വലിയ വിലപിടിപ്പുള്ള പറമ്പായിരുന്നു. യുവാവ് തനിക്കുള്ള സർവ്വതും വിറ്റ് ആ നിധിപ്പറമ്പ് സ്വന്തമാക്കാൻ പരിശ്രമിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതയുടെ നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പറമ്പാണ് നിങ്ങൾ യുവജനങ്ങൾ. എനിക്ക് ഇരിഞ്ഞാലക്കുട രൂപതയെക്കുറിച്ച് ഇപ്പോൾ ആകാശമുട്ട അഭിമാനമുണ്ട്. കാരണം ഇത്ര തറവാടിത്തമുള്ള, ഇത്ര കുലീനത്തമുള്ള, ഇത്ര മിടുക്കന്മാർ പിള്ളേര് അച്ഛന്മാരൊക്കെ ഇങ്ങനെ നെഞ്ചി വിരിച്ച് ഗുരുവായൂർ കേശവൻ്റെ പോലെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നൊരു കാര്യമില്ല, നിങ്ങളുടെ കയ്യിലാണ് താക്കോല്. നമ്മുടെ യുവജനങ്ങൾ സത്യം പറഞ്ഞാൽ ഉണർന്നാൽ അത് സഭയുടെ ശക്തിയാണ്. അതിൽ വിട്ടൊരു ശക്തി സഭയ്ക്കില്ല. അതുകൊണ്ട് ഈ യുവജന സംഗമം ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഉയർപ്പ് ഞായറാഴ്ചയായിട്ടാണ് ഞാൻ പറയുക. ഈ ഇരിഞ്ഞാലക്കുട രൂപത മയക്കം വിട്ട്, ഇരിഞ്ഞാലക്കുട രൂപത യുവജനങ്ങളുടെ ചിറകിലെ ആകാശവിഹായസുകളിലേക്ക് പറന്നുയരുന്ന ഒരു പുതിയ പന്തക്കുസ്ത അനുഭവമായിട്ട് ഈ യുവജന കൺവെൻഷൻ തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസയും. എന്നോട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രമേയം പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്കുള്ള അനിതര സാധാരണമായിട്ടുള്ള ഭക്തി, അടുപ്പം. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് അധ്യാപികയും അമ്മയുമാണ്. പരിശുദ്ധ കന്യകാമറിയം നമുക്ക് മാതാവാണ്. അവർ നമ്മുടെ മാതൃകയും ഗുരുബോധയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലെ നമ്മുടെ വിശ്വാസ കൈമാറ്റം പലപ്പോഴും നടന്നിട്ടുള്ളത് ജപമാല ഭക്തിയിലൂടെയാണ്. നമ്മുടെ കാരണവന്മാർക്ക് ആഴമായിട്ടുള്ള ദൈവശാസ്ത്രം ഒന്നും അറിയാൻ പാടില്ലായിരുന്നു, ഒരു പാവങ്ങൾ. ഈ അടുത്ത കാലത്താണ് നമ്മുടെ സഭയിൽ വിദ്യാഭ്യാസവും വിവരമൊക്കെ വരാൻ തുടങ്ങിയത്. നമ്മുടെ കാരണവന്മാർക്ക് അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കാരണവന്മാർ ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിൻ്റെ വലിയ നിധി നിക്ഷേപങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തത് ജപമാല ഭക്തിയിലൂടെയും കുടുംബ പ്രാർത്ഥനയിലൂടെയൊക്കെയാണ്. നമ്മുടെ കന്യകാമറിയത്തോടുള്ള ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഇഷ്ടം, അതൊരു പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ വലിയ ആഘോഷമാണ്. നമ്മുടെ പള്ളികളിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ പള്ളികളിൽ വളരെ വലിയ നമ്പർ പള്ളികൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമാണ്. തൃശ്ശൂർ അതിരൂപതയിൽ 210 പള്ളികളാണ് ഉള്ളത്. അതിലെ 100 പള്ളികളെങ്കിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ തിരുനാളുകൾ, നിങ്ങളതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കാണാം. നമ്മുടെ തിരുനാളുകളിലെ മഹാഭൂരിപക്ഷം തിരുനാളുകളും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയുടെ പ്രകടനമാണ്. ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ മാസമാണ്. മെയ് മാസം നിങ്ങൾക്കറിയാം, അത് വണക്കമാസത്തിൻ്റെ, മറിയൻ വണക്കമാസത്തിൻ്റെ കാലമാണ്. നമുക്ക് ഓർമ്മയിലുള്ള തിരുനാളുകളൊക്കെ തന്നെ മാതാവുമായി ബന്ധപ്പെട്ട തിരുനാളുകളാണ്. മാർച്ച് മാസം 25-ാം തീയതി മംഗളവാർത്ത തിരുനാള്, ഓഗസ്റ്റ് മാസം 15-ാം തീയതി, ഡിസംബർ മാസം 8-ാം തീയതി, സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ ധാരാളമുള്ള ഒരു പൈതൃകമാണ്, ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്.
പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി ഇല്ലാതെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരം പിടിച്ചുള്ള യേശുവിലേക്കുള്ള ഒരു യാത്രയാണ്. യേശുവിലേക്ക് നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചിട്ടാണ്. അമ്മയുടെ കരം പിടിച്ച് യേശുവിലേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മരിയൻ ഭക്തിക്ക് രണ്ട് ഭാവങ്ങളുണ്ട്. നമ്മുടെ മരിയൻ ഭക്തിക്ക് രണ്ട് വലിയ മാനങ്ങളുണ്ട്. ഒന്നാമത്തെ മാനം അത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന വൈകാരികമായിട്ടുള്ള ഇഷ്ടമാണ്. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിന്, ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിന് ശാസ്ത്രീയമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള നിലപാടുകളൊന്നുമില്ല. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഒരുപാട് വൈകാരികമാണ്. വികാരങ്ങളുടെ വേലിയേറ്റമാണ് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. ഞാൻ എൻ്റെ തന്നെ ഒരു സ്വന്തം അനുഭവം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ചനാണ്. എൻ്റെ അമ്മയുടെ 10ാമത്തെ മോനാണ്. എൻ്റെ അപ്പൻ എനിക്കൊരു വയസ്സുള്ളപ്പം മരിച്ചു പോയിട്ടുണ്ട്. എന്നെ വളർത്തിയതും വലുതാക്കിയതൊക്കെ അമ്മയാണ്. അപ്പനും അമ്മയും ആരാണെന്ന് ചോദിച്ചാൽ എനിക്കുള്ള മറുപടി ഇതാണ്: എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ വളർന്ന് വലുതായിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ അമ്മയോട് എനിക്ക് അനിതര സാധാരണമായിട്ടുള്ള ആത്മബന്ധമായിരുന്നു. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ അമ്മയുടെ അടുക്ക പോയിട്ട് ഞാൻ കുത്തിയിരിക്കാറുണ്ട്. എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ തളർച്ചകൾ, എൻ്റെ ക്ഷീണങ്ങളൊക്കെ വരുമ്പോഴും അമ്മയുടെ അടുക്ക പോയിട്ട് വെറുതെ കുത്തിയിരിക്കും. അമ്മ ചിലപ്പോഴൊക്കെ വലതുകരം നീട്ടിയിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട്: എടാ, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് ക്ഷീണമാണല്ലോ, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? കുറച്ചു നേരം അമ്മയോട് ചാരി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് സുഖമായി. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഒരു 10-20 ദിവസം അമ്മ സുഖമില്ലാതെ കിടന്നു. അമ്മ മരണത്തോട് മല്ലയുദ്ധം ചെയ്തിട്ടാണ് അമ്മ മരിച്ചത്. ഞാൻ ബിഷപ്സ് ഹൗസിൽ ജോലി ചെയ്യുന്ന സമയം രാവിലെ 6 മണിയായപ്പോൾ എൻ്റെ മൊബൈലിൽ എൻ്റെ ചേട്ടൻ്റെ നമ്പർ തെളിഞ്ഞു. അപ്പം എനിക്കൊരു കാര്യം ഉറപ്പാണ്: എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് മിക്കവാറും എൻ്റെ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിശേഷം പറയാൻ ചേട്ടൻ വിളിക്കുന്നതാണെന്ന്. ഞാൻ ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു: അമ്മയ്ക്ക് വളരെ കൂടുതലാണ്, ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വീട്ടിൽ വരണം. ഞാൻ ഉടനെ തന്നെ, എൻ്റെ കുർബാന ഈവനിങ്ങിലായിരുന്നു, സെപ്റ്റംബർ 4-ാം തീയതിയാണ്. ഞാൻ ഉടനെ തന്നെ ബിഷപ്സ് ഹൗസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. തൃശ്ശൂരെ ബിഷപ്സ് ഹൗസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ വണ്ടിക്ക് പോകുകയാണെങ്കിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ വേണ്ട, ഒരു 1.5 കിലോമീറ്റർ. ഞാൻ ബിഷപ്സ് ഹൗസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ മരണത്തിൻ്റെ ഗുഹാമുഖത്താണ്. അമ്മ അവസാനത്തെ നിമിഷങ്ങളിലാണ്. എൻ്റെ എല്ലാ ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും എൻ്റെ പെങ്ങളും ഞങ്ങളുടെ വീട്ടിലെ പേരക്കുട്ടികളൊക്കെ തന്നെ അമ്മയ്ക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. എല്ലാവരും കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അമ്മ അവസാനത്തെ നിമിഷത്തിലാണ്. മരണത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അവസാനത്തെ ലെഗ് കളിക്കുക അമ്മ. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു: എടാ, അമ്മ കയ്യിൽ നിന്ന് പോവുക, അമ്മ മരിക്കുക. അമ്മ മരിക്കുകയാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി കരയാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ശബ്ദമുയർന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ അവസാനമായിട്ട് ശ്വാസം വലിച്ച് ജീവിതം കർത്താവിൻ്റെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുക. അമ്മ മരിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വലത് കൈ നീട്ടിയിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് ചേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: എടാ, എന്തിനാ നീ കരയുന്നേ?
അമ്മയ്ക്ക് 90 വയസ്സായി. ആരെയും ശല്യം ചെയ്യാതെ മരിക്കണമെന്ന് അമ്മയുടെ ആഗ്രഹം. 20 ദിവസം നമുക്ക് അമ്മയെ ശുശ്രൂഷിക്കാൻ കിട്ടിയില്ലേ? നീ എന്തിനാ കരയുന്നേ? എൻ്റെ ജ്യേഷ്ഠൻ കരുതി ഞാൻ കരയുന്നത് അമ്മ മരിച്ചാൽ എന്നെ നോക്കാൻ ആളില്ലെന്ന് കരുതിയിട്ടാണ്. ചേട്ടനോട് പറഞ്ഞു, എടാ നീ കരയുന്നത് അമ്മ മരിച്ചാൽ നിന്നെ നോക്കാൻ ആളില്ലെന്ന് കരുതിയിട്ടാ. എടാ ചെറുക്ക, നിന്നെ ഞങ്ങൾ നോക്കില്ലേ? അമ്മയ്ക്ക് പകരം ഞങ്ങളുണ്ട്. ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കും. അമ്മയുള്ളതിനേക്കാളും നന്നായിട്ട് നിന്നെ ഞങ്ങൾ നോക്കും, നിന്നെ ഞങ്ങൾ പരിഗണിക്കും. അമ്മ പോയെന്ന് കരുതി നീ ലോകം അവസാനിച്ചെന്ന് വിചാരിക്കരുത്. നീ കരയരുത്. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞ മറുപടി ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ചേട്ടൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ നോക്കുകയില്ല എന്ന് പേടിച്ചിട്ട് അമ്മ മരിച്ചാൽ എനിക്ക് ആരുമില്ലെന്ന് സങ്കടപ്പെട്ടിട്ട് അസ്വസ്ഥനായിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ അതുകൊണ്ടല്ല കരഞ്ഞത് ചേട്ടാ. ഞാൻ കരഞ്ഞത് അമ്മ എനിക്ക് തന്നതിനെ, അമ്മ എനിക്ക് സമ്മാനിച്ച വലിയ സ്നേഹത്തിന്, അമ്മ എനിക്ക് നൽകിയ പരിഗണനയ്ക്ക്, അമ്മ എൻ്റെ ജീവിതത്തിലെ നൽകിയ പ്രോത്സാഹനത്തിന് പ്രതിസ്നേഹം കൊടുക്കാൻ വാക്കുകളെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാതെ വന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അമ്മയെക്കുറിച്ച് അടക്കി വച്ചിരിക്കുന്ന കടപ്പാടുകളുടെയും കൃതജ്ഞതയുടെയും വലിയ വികാരം അണപൊട്ടി ഒഴുകുന്നതാണ് എൻ്റെ കണ്ണുനീര്. എൻ്റെ വിതുമ്പലിൻ്റെ പിറകിലെ ശബ്ദം നിങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ വാക്കുകൾക്ക്, ആ വികാരങ്ങൾക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ: അമ്മ 1000 നന്ദിയുണ്ട്. ഈ വാക്കുകൾക്ക് അപ്പുറത്ത് എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്ന നന്ദി എന്ന വികാരമാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചത്. KP അപ്പൻ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ ലൈബ്രറി ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിൽ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ തപ്പിയെടുത്ത് വായിക്കണം. ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കുന്ന പേരിതാണ്: മധുരമീ ജീവിതം. മധുരമീ ജീവിതം. ആ പുസ്തകത്തിലെ അപ്പൻ, അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം മറിയത്തെക്കുറിച്ച് എഴുതിയ ഈ മനോഹരമായിട്ടുള്ള പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഈ അതുല്യ കൃതി, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിന് ഞാൻ പേരിടാനായിട്ട് ബുദ്ധിമുട്ടി. ഈ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലാണ് ഞാൻ ഈ പുസ്തകത്തിന് പേരിട്ടത്. എന്തു പേരാ കൊടുക്കേണ്ടതെന്ന് ഞാൻ അന്വേഷിച്ചു. അവസാനിക്കാത്ത വികാരങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ അടക്കി വച്ചിട്ട് ഈ പുസ്തകത്തിന് പേരിട്ടത് മധുരമീ ജീവിതം. നിന്റെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത മധുരമാണ്. ഒരു കുഞ്ഞെ മിഠായി വായിലിട്ടിട്ട് നുണയുമ്പോഴും അത് അവസാനിക്കാറാകുമ്പോഴും അത് കഴിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് അപ്പൻ പറയുകയാണ്, അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ ഒരിക്കലും അവസാനിക്കാത്ത മധുരമാണ്. ഈ പുസ്തകത്തിലെ അമ്മ എന്ന പദത്തിന് KP അപ്പൻ നൽകുന്ന ഒരു നിർവചനമുണ്ട്. അമ്മ എന്ന പദത്തിൻ്റെ നിർവചനം എന്താണെന്നറിയാമോ? വാക്കുകൾ കൊണ്ട് ചമയം സൃഷ്ടിക്കാൻ സാധിക്കാത്ത മനസ്സിൻ്റെ വികാരം ഏതാണോ അതാണ് അമ്മ. വാക്കുകൾ കൊണ്ട് ചമയം സൃഷ്ടിക്കാൻ സാധിക്കാത്ത മനസ്സിൻ്റെ വികാരം ഏതാണോ അതാണ് അമ്മ. ഒരുപക്ഷെ പരിശുദ്ധ കന്യകാമറിയത്തോട് കത്തോലിക്കരായിട്ടുള്ള നമ്മൾക്ക് പുത്രനിർവിശേഷമായിട്ടുള്ള വികാരങ്ങളുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാനത് നിഷേധിക്കുകയില്ല. പ്രത്യേകിച്ച് പന്തക്കുസ്ത സഭാ വിഭാഗങ്ങളൊക്കെ നമ്മളോട് കുറ്റപ്പെടുത്തി പറയാറുണ്ട്, നിങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന് അളവിലും കൂടുതൽ അർത്ഥം കൊടുക്കുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ഞാൻ അവരോട് പറയും, പരിശുദ്ധ കന്യകാമറിയത്തിന് കത്തോലിക്കർ നൽകുന്ന ആദരവിൻ്റെ പിറകില് വൈകാരികമായിട്ടുള്ളൊരു തലമുണ്ട്. ഒരു അമ്മയോട് മക്കൾക്കുള്ള വികാരം, അതിനെ വാക്കുകൾ കൊണ്ട് ചമയം സൃഷ്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് നമുക്കുള്ള ഭക്തി
അതിൻ്റെ പിറകിലൊരു വികാരമുണ്ട്. അതിൻ്റെ പിറകിലെ ഹൃദയത്തിൻ്റെ ചില നൈസർഗികങ്ങളായിട്ടുള്ള സ്വാഭാവികങ്ങളായിട്ടുള്ള ഭാവപ്രകടനങ്ങളുണ്ട്. നമുക്ക് അത് ജീവിതത്തിൽ വലിയ ഒരു കാഴ്ചപ്പാട് നൽകുന്നതാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒന്നിച്ച് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു പാട്ട്. പിതാവ് അത്ര വലിയ പാട്ടുകാരനല്ലെങ്കിലും നമുക്ക് ഒന്നിച്ച് പാടാം. ആവേ ആവേ ആവേ. ഇരുകരങ്ങൾ ഉയർത്തി ആവേ, കരങ്ങൾ വീശിക്കൊണ്ട് ആവേ 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 മരിയ, ആവേ 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 മരിയ. അതുകൊണ്ട് ഒരു അമ്മ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന ഇഷ്ടം, ഒരു കുഞ്ഞ് അമ്മയോട് കാണിക്കുന്ന ഇഷ്ടം, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് മക്കളെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് വൈകാരികമായിട്ടുള്ളൊരു അടുപ്പം തന്നെയാണ്. നമ്മൾ അമ്മയുടെ അടുക്ക ചെല്ലുന്നത് കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുക്ക ചെല്ലുന്നത് പോലെയാണ്. ഈശോയുടെ അമ്മ നമുക്ക് കൂടെ അമ്മയാണ്. അതുകൊണ്ട് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈശോയുടെ അമ്മ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം, അവൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അവൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. യോഹന്നാനെ നോക്കിയിട്ട് ഈശോ പറഞ്ഞു, യോഹന്നാനെ ഇതാ ഇതാ നിന്റെ അമ്മ. അമ്മയെ നോക്കിയിട്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ പറഞ്ഞു, അമ്മേ ഇതാ. ആ സമയം മുതൽ യോഹന്നാൻ അവൻ്റെ ഭവനത്തിൽ അവളെ സ്വീകരിച്ചു. ആ സമയം മുതൽ യോഹന്നാൻ അവൻ്റെ ഭവനത്തിൽ അവളെ സ്വീകരിച്ചു. കത്തോലിക്കൻ ആരാണെന്ന ഒരു നിർവചനം ചോദിച്ചാല്, കത്തോലിക്കൻ ആരാണെന്നൊരു നിർവചനം ചോദിച്ചാല് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു നിർവചനമുണ്ട്. ആരുടെ വീട്ടിലാണോ പരിശുദ്ധ മറിയം കാവലായി അമ്മയായിട്ടുള്ളത് അവനാണ് കത്തോലിക്കൻ. ആരാണ് കത്തോലിക്കൻ? ആരുടെയൊക്കെ വീട്ടിലാണോ മറിയം കാവലായിട്ടുള്ളത്, ആരുടെയൊക്കെ വീട്ടിലാണോ മറിയം അമ്മയായിട്ടുള്ളത്, അവരാണ് കത്തോലിക്കൻ. പരിശുദ്ധ കന്യകാ മറിയത്തെ യോഹന്നാൻ ആ സമയം മുതൽ അവൻ്റെ ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതമാകുന്ന വീടുകളിലെ, നമ്മുടെ ജീവിതമാകുന്ന ഭവനങ്ങളിലെ പരിശുദ്ധ അമ്മയെ അമ്മയായി, യേശുവിൻ്റെ അമ്മയെ നമ്മുടെ കൂടെ അമ്മയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എത്ര മനോഹരമായിട്ടുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ കത്തുന്ന തീപ്പന്തമെന്നാണ്. വിശ്വാസത്തിൻ്റെ കത്തുന്ന തീപ്പന്തമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം മാർപ്പാപ്പയായപ്പോഴും തെരഞ്ഞെടുത്ത മുദ്രാവാക്യം, അർത്ഥവത്തായിട്ടുള്ളൊരു മുദ്രാവാക്യം അദ്ദേഹം തെരഞ്ഞെടുത്തു. തോത്തുസ് തുവുസ്, 2 ലത്തീൻ പദങ്ങളാണ്. തോത്തുസ് തുവുസ്, എല്ലാം നിന്റേതാണ്. അമ്മേ എല്ലാം നിന്റേതാണ്. ഞാൻ നിന്റേതാണ് അമ്മേ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. നമ്മുടെ കത്തോലിക്ക ജീവിതം, നമ്മുടെ കത്തോലിക്ക പൈതൃകം, നമ്മുടെ കത്തോലിക്ക പാരമ്പര്യം, അത് പരിശുദ്ധ അമ്മയുടെ കാൽപാദങ്ങളിലെ കാണിക്കയായിട്ട് ഒരു കത്തോലിക്കൻ സമർപ്പിക്കുന്ന ജീവിതമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. തോത്തുസ് തുവുസ്, അമ്മേ എല്ലാം നിന്റേതാണ്, നിന്റേതല്ലാതെ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അമ്മേ നീ എൻ്റെ സ്വന്തമാണ്, എനിക്കുള്ളതെല്ലാം അമ്മേ നിന്റേതാണ്. തോത്തുസ് തുവുസ്, അമ്മേ എല്ലാം നിന്റേതാണ്. നമുക്കത് പറയാനായിട്ട് കഴിയട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാം, അമ്മ എല്ലാം നിന്റേതാണ്.
ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞ മക്കളെ, അമ്മേ എല്ലാം നിന്റേതാണ്, അമ്മ എല്ലാം നിന്റേതാണ്. എൻ്റെ ഭവനത്തിൻ്റെ മേലധികാരി അമ്മയാണ്, എൻ്റെ ഭവനത്തിൻ്റെ മേലധികാരി അമ്മയാണ്. എനിക്കുള്ള സർവ്വതിൻ്റെയും അധികാരി അമ്മയാണ്. അമ്മ എല്ലാം നിന്റേതാണ്, അമ്മ എല്ലാം നിന്റേതാണ്. കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഗ്രന്ഥത്തിലെ നമുക്കെങ്ങനെയാണ് മാതൃകയാകുന്നത്? പരിശുദ്ധ കന്യകാമറിയം, പ്രത്യേകിച്ച് നിങ്ങൾ യുവജനങ്ങൾ, നിങ്ങൾ സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ്, സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങൾ എങ്ങനെയാണ് അമ്മയെ അനുകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാനായിലെ കല്യാണ വിരുന്ന് നമുക്ക് തെളിയിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. There was a marriage feast at Cana and Mary the mother of Jesus was present. അമ്മ അവിടെ സന്നിഹിതയായിരുന്നു. ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അമ്മ അവിടെ സന്നിഹിതയായിരുന്നു. മറിയത്തെക്കുറിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നു, മേരി ഈസ് ദ സാക്രമെന്റ് ഓഫ് പ്രസൻസ്. മറിയം സാന്നിധ്യത്തിൻ്റെ കൂദാശയാണ്. എൻ്റെ കുഞ്ഞു മക്കളെ, എനിക്ക് സ്നേഹമുള്ള വാത്സല്യമുണ്ട് ചെറുപ്പക്കാരെ, എനിക്കിനോട് പറയാൻ, ഇന്നത്തെ ലോകത്തിലെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പക്കാർക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, നിങ്ങൾക്ക് സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. Man has become an absence. അത്യന്താധുനിക സാഹിത്യത്തിന്റെ ഭാഷ പറഞ്ഞാല് ഇന്ന് മനുഷ്യന് സാന്നിധ്യമില്ല, മനുഷ്യന് ബന്ധങ്ങളില്ല. ഈ ലോകം നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണെന്നറിയാമോ? മനുഷ്യൻ ദൂരത്തെ പിച്ച് ചീന്തി എന്നുള്ള. ഇന്ന് ദൂരം ഒരു പ്രതിസന്ധിയല്ല. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ദൂരത്തിന്റെ മേലുള്ള മനുഷ്യന്റെ ആധിപത്യമാണ്. ദൂരത്തെ മനുഷ്യൻ കീഴടക്കി. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് യാത്ര എളുപ്പമാണ്. ഇന്ന് പിതാവ് കാലത്ത് 9 മണിക്ക് പുറപ്പെട്ടു, 10 മണിയാകുമ്പോഴേക്കും പിതാവ് പെരുമ്പാവൂരെത്തി. ചാലക്കുടിയിലേക്ക് എനിക്ക് വേണ്ടത് 20 മിനിറ്റ് 25 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചാലക്കുടിയിലെത്തി. നല്ല റോഡുകള്, അതിവേഗം ചീറിപ്പായുന്ന വാഹനങ്ങള്. ദൂരം ഇന്ന് മനുഷ്യന്റെ മുൻപിലെ പുല്ല് പോലെയാണ്. മനുഷ്യൻ ദൂരത്തെ കീഴടക്കി. യാന്ത്രികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് മൊബൈൽ, നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഗൾഫിലെ ചേട്ടന്മാരെ, അമേരിക്കയിലെ അളിയന്മാരെ, ഓസ്ട്രേലിയയിലെ അച്ഛന്മാരെ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം. മൊബൈലിലൂടെ മനുഷ്യൻ ഇന്ന് ദൂരമെന്ന യാഥാർത്ഥ്യത്തെ കീഴടക്കി. നിങ്ങൾ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്, മക്കളെ വിളിക്കാറുണ്ടോ? അവരെല്ലാ ദിവസവും അരമണിക്കൂർ ചാറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അരമണിക്കൂർ നെറ്റിലൂടെ അവർ ചാറ്റ് ചെയ്യുന്നു, മൊബൈലിലൂടെ അവർ സംസാരിക്കുന്നു. ടെലിവിഷൻ, വെബുകള്, ഫേസ്ബുക്കുകള്, ട്വിറ്ററുകള്. ഇന്ന് മനുഷ്യൻ ദൂരമെന്ന യാഥാർത്ഥ്യത്തെ വെട്ടി കഷ്ണമാക്കി. ദൂരം ഇന്ന് മനുഷ്യനെ ഒന്നുമല്ല. എന്നാലേ ഇന്നത്തെ ലോകത്തിൽ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു ദുരന്തമുണ്ട്. ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന ഭാര്യയും ഭർത്താവും ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഒരു കട്ടിലിൽ കിടന്നുറക്കുന്ന ഭാര്യയും ഭർത്താവും ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഒരു കൂരയ്ക്കകത്ത് താമസിക്കുന്ന അപ്പനും മക്കളും 5 ഭൂഖണ്ഡങ്ങളാ. അതിൽ ആഫ്രിക്കയുണ്ട്, അതിൽ ഓസ്ട്രേലിയ ഉണ്ട്, അതിൽ യൂറോപ്പുണ്ട്. മനുഷ്യബന്ധങ്ങള് പിച്ചിച്ചീന്തപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾ ചെറുപ്പക്കാരെ ആത്മശോധന ചെയ്യാൻ തയ്യാറാകും. നല്ലതാ. ബന്ധങ്ങള് പുല്ലുപോലെ വലിച്ചു കീറിക്കളയുന്ന ഒരു കാലഘട്ടമാണ് ഈ യുവജനങ്ങൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. നിങ്ങളൊക്കെ തൊട്ടുരുമ്പി നിൽക്കുന്നുണ്ട്.
പക്ഷെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല.